വന്ന് എന്താ ചെയ്യുന്നതെന്നറിയോ സഹോദരങ്ങള്? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പോലും ആക്ഷേപിക്കുകയാ. ഒരു പെണ്ണെന്ന് പോലും പറയാൻ മടിക്കുന്ന, ഒരു പെണ്ണാണോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന, ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ഒരു ജന്മമായ ഒരു മുസ്ലിം പെണ്ണിന്റെ പേരുള്ള, ഞാൻ പേര് പറയുന്നില്ല, അത് പേടിച്ചിട്ടല്ല, ആ പേര് പറഞ്ഞിട്ട് എന്റെ വായ അശുദ്ധമാക്കണ്ട. ആ പേര് പറഞ്ഞിട്ട് സയ്യിദ് അഹ്മദ് റിഖാബ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഈ മജ്ലിസ് മോശമാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അവളുടെ പേര് ഞാൻ പറയാത്തതാണ്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത്, അതിന്റെ ബേസ് എന്ന് പറയുന്നത്, അതിന്റെ ഏറ്റവും ആ കേന്ദ്രം എന്ന് പറയുന്നത് ഒരു പെണ്ണ. അവളാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ ആക്ഷേപിച്ചു നടക്കുന്നത്. അവളാണ് ഇടയ്ക്ക് ജുമാ തുടങ്ങിയത്. അവളാണ് മദ്രസയിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിരുന്ന പെണ്ണ്. അത് പെണ്ണെന്ന പേരിനോട് പോലും കടപ്പെടാൻ യോഗ്യതയില്ലാത്ത ഒരു നശിച്ച ജന്മമുണ്ടല്ലോ. ആ പെണ്ണാരയാ പറഞ്ഞത്? എന്റെയും നിങ്ങളുടെയും പുണ്യ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ, നമ്മുടെ ഉമ്മമാരാണെന്ന് പരിചയപ്പെടുത്തിയ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന്റെ ചൂടേറ്റു വാങ്ങിയ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരെ പറ്റി പോലും വളരെ മോശമായ പദപ്രയോഗങ്ങൾ കൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ഭദ്രകാളി ജന്മമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിനെതിരെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്നുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാനുള്ള ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങൾ കിട്ടുമ്പോൾ പ്രതികരിക്കാൻ നമ്മുടെ മനസ്സിൽ വെമ്പൽ കൊള്ളാറുണ്ട്. കാരണം നമ്മുടെ സ്വത്ത് പോലത്തെ കടമാക്രമിക്കുമ്പോൾ അതിനെതിരെ ഒരക്ഷരം പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. നമ്മുടെ ഹൃദയം വേദനിക്കാറുണ്ട്, നമ്മുടെ ഹൃദയം നോവാറുണ്ട്, അതിന് വല്ലാത്ത നീറ്റലാണ്, വല്ലാത്ത വേദനയാണ്. ഇത് അല്ലാഹു തന്നെ പറയുകയാണ്, വലഖദ് നഅലമു, നബിയേ നമുക്കറിയാം, അന്നക യലീഖു സദറുക്, അങ്ങയുടെ ഹൃദയത്തിൽ വല്ലാത്ത പടപ്പുണ്ടെന്ന്, ബിമാ യഖൂലൂൻ, അവർ പറഞ്ഞതിനെ പറ്റി അങ്ങയുടെ ഹൃദയത്തിൽ വല്ലാത്ത സങ്കടമുണ്ടെന്ന് എനിക്കറിയാം നബിയേ, എനിക്കറിയാം പ്രവാചകരെ. ഇത് അല്ലാഹു പറയുകയാണ്. നമുക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? നെതർലാൻഡിൽ ഇരുന്നു കൊണ്ട് ഒരു വൃത്തികെട്ടവൻ, നെതർലാൻഡിൽ ഇരുന്നു കൊണ്ട് അവൻ ഇങ്ങനെ വലിയ ചാനൽ പ്രവർത്തിക്കുന്ന, വലിയ ഒരു വാർത്താ ചാനൽ നിയന്ത്രിക്കുന്ന ഒരാളെ പോലെ അവന്റെ കുറെ ഭക്ഷണം കഴിക്കുന്ന ആളുകളെ കൊണ്ടിരുത്തിയിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് അവനിങ്ങനെ മറുപടി പറയാ ഇസ്ലാമിനെ പറ്റി. യവൻ ആരടാ ഇസ്ലാമിനെ പറ്റി മറുപടി പറയാൻ? യവൻ ആരാണ്? ഇങ്ങനെ പറഞ്ഞിട്ട് അവനെതിരെ എന്തെങ്കിലും കേസെടുക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഏതോ ഒരു ഒളിത്താവളത്തിൽ പോയിരുന്ന് 35,000 40,000 മൊബൈൽ എടുത്തു വെച്ചിട്ട് ലൈവ് ഇട്ടുകൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ആക്ഷേപിക്കുമ്പോൾ, നബിതങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ, ഖുർആനിനെ ആക്ഷേപിക്കുമ്പോൾ, വിശുദ്ധ ദീനിനെതിരെ സംസാരിക്കുമ്പോൾ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഇവിടത്തെ നല്ല ഹിന്ദുക്കളായ സഹോദരങ്ങൾ അത് വിശ്വസിക്കൂല. ഇവിടത്തെ ക്രിസ്ത്യാനികളായ നല്ല സഹോദരങ്ങൾ വിശ്വസിക്കൂല. ഇവിടത്തെ ഒരു മതവിശ്വാസികളും അത് ഉൾക്കൊള്ളൂല. മതമില്ലാത്ത, കൺവെർട്ട് ചെയ്യപ്പെട്ട, മതത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്യപ്പെട്ട് ഒരു പ്രത്യേക മതവിഭാഗമായി, അങ്ങനെയാ ഒരു പ്രത്യേക മതവിഭാഗമായി രാജ്യത്തിന് തന്നെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗം ആളുകളല്ലാതെ ഇതൊന്നും വിശ്വസിക്കുമെന്ന് കരുതണ്ട. അവനെതിരെ ഒരു വാക്ക് നമ്മൾ പറയാതിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഉറക്കം വരിക? എനിക്കുറക്കം വരില്ല. അള്ളാഹുവിനെ പറ്റി പറയുന്ന, അത് ഉദ്ധരിക്കാൻ, ഹിക്കായത്ത് ചെയ്യാൻ പോലും നമ്മുടെ നാവ് അശക്തമാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്കറിയില്ല. അവർക്ക് ഈ വാട്സപ്പും റേഷൻ കാർഡും ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ. അവർക്ക് ഇതൊന്നും അറിയുന്നില്ല. അവരൊന്നും അറിയുന്നില്ല. അള്ളാഹുവിനെ പറ്റി പറയുന്നത് കഞ്ചാവടിക്കുന്നവനെന്ന് അള്ളാഹിനെ പറ്റി പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരെ കരണക്കുറ്റിക്കൊരണം പൊട്ടിക്കാൻ തോന്നൂല അടുത്ത് വന്നാൽ. ഇവൻ അടുത്ത് വരുവോ? ഒളിത്താവളത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് 35,000 രൂപയുടെ മൊബൈൽ. ഇവനൊക്കെ ആരോഗ്യമുണ്ട്, പണിയെടുത്ത് മക്കളെ തീറ്റിപ്പൊറ്റിക്കൂടെ? അല്ലാതെ ഇസ്ലാമിനെതിരെ. കാരണം ഇസ്ലാമിനെതിരെ ഇന്നിപ്പോ യൂട്യൂബ് എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ സെർച്ചിങ് നടത്തിയിരിക്കുന്ന അസ്ഗർ അലിയാണ്. ഇതാണ് കഅബാലത്തിൽ കയറി ഒരുത്ത മൂത്രമൊഴിച്ച്, കഅബ ഷരീഫിൽ കയറി ഒരുത്ത മൂത്രമൊഴിച്ച്, ആളുകൾ വടിയും തടിയുമായിട്ട് ചെന്നവൻ പറഞ്ഞ് അടിക്കല്ലേ, ഞാൻ മൂത്രമൊഴിച്ച് എന്തിനാന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അടിക്കും. എന്തിനാണ് അത് മൂത്രമൊഴിച്ചത്? ലോകത്ത് അറിയപ്പെടണമെങ്കിൽ ഒന്നെങ്കിലും നന്മ ചെയ്യണം. അതെല്ലാം എന്നെ കൊണ്ട് പറ്റൂല നന്മ ചെയ്യാൻ. പിന്നെ ആകെ ഉള്ള ഏറ്റവും വലിയ കറാമ്പറപ്പ് ചെയ്യണം, അത് ഞാൻ ചെയ്തത്ര തന്നെ ലോകത്ത് അറിയപ്പെടാൻ.
ലോകത്ത് അറിയപ്പെടാനല്ലേ ആളുകളൊക്കെ ഇങ്ങനെ കിടന്നു മത്സരിക്കുന്നത്? നമുക്ക് എന്ത് നേട്ടം, നമുക്ക് എന്ത് കോട്ടം? പൂച്ചയെ പോലെയാ. എടാ, 100 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന്, UAE ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്ന്, അല്ലെങ്കിൽ ക്ലോക്ക് ടവറിൽ നിന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വലിയ വലിയ ഏറ്റവും വലിയ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്കെടുത്തെറിഞ്ഞാൽ പോലും പൂച്ച വീഴുന്നത് 4 കാലില. തല കീപ്പോട്ടാക്കി എറിഞ്ഞു നോക്കിയാലും 4 കാലിലെ പൂച്ച വീഴൂ. നമ്മൾ അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ. നമുക്ക് പ്രളയം വന്നാലും ഒന്നുമില്ല, കൊടുങ്കാറ്റ് വന്നാലും ഒന്നുമില്ല, നിപ്പ വന്നാലും ഒന്നുമില്ല, വൈറസ് വന്നാലും ഒന്നുമില്ല, വൈറലായാലും ഒന്നുമില്ല, വയറ്റിലായാലും ഒന്നുമില്ല. നമുക്ക് എന്ത് വന്നാലും ഒരു പ്രശ്നവും ഇല്ല. കാരണം എന്താ? സന്തോഷം വന്ന അൽഹംദുലില്ലാ, ദുഃഖം വന്ന അൽഹംദുലില്ലാ. ഇതാണ് മുസ്ലിം. ഇനി അങ്ങ് കോവിഡ് ഒന്ന് മരിച്ചുപോയി, എന്ത് ചെയ്യാനാ? അൽഹംദുലില്ലാ, ഷഹീദിന്റെ കൂലി. കോവിഡ് വന്നിട്ട് മരിച്ചില്ല, നിന്റെ പാപം മൊത്തം പുറത്ത്. കോവിഡ് വന്നില്ല, അൽഹംദുലില്ലാ, ആരോഗ്യം കിട്ടിയല്ലോ, അന്തേരം നിസ്കരിക്കാൻ പറ്റിയല്ലോ. എന്താ നമ്മുടെ കുഴപ്പം? പറയും. നമുക്ക് എന്താ പ്രശ്നമുള്ളത്? കടം വന്നു. കടം വന്ന എന്താ? മാനസികമായി നമ്മൾ അനുഭവിച്ച വിഷമങ്ങൾക്ക് അല്ലാഹുവോടെ പാവം പുറത്ത്. നമുക്ക് കടം വന്നില്ല, അൽഹംദുലില്ലാ, മക്കൾക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുത്ത്. നമുക്ക് എന്ത് പ്രശ്നം? ഒന്നുമില്ല. അതാണ് പറഞ്ഞത്, ഇന്നസാബത്തുഹു ഖൈറുൻ ഇന്നസാബത്തുഹു ഷർറുൻ. അവന് ഖൈർ വന്നാലും അവന് ഷർറ് വന്നാലും, സന്തോഷം വന്നാൽ അവൻ നന്ദി രേഖപ്പെടുത്തും, ദുഃഖം വന്നാൽ, പരീക്ഷണം വന്നാൽ അവൻ ക്ഷമിക്കും. ഇതാണ് വിശ്വാസി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറയുകയാണ്, ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇസ്ലാമെങ്കിൽ അതിൻ്റെ കർമ്മങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്യണം. തൊപ്പി വെക്ക്. ചില ആളുകൾ പറയും, തൊപ്പി വെച്ചുകൊണ്ട് അവിടെ കയറരുത്, ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ ഒപ്പിട്ട് കിട്ടൂല. വേണ്ടടോ, ആ ഒപ്പെനിക്ക് വേണ്ട, ആ സൈൻ എനിക്ക് വേണ്ട. അതുവഴി എനിക്ക് എന്താണോ നഷ്ടപ്പെടുന്നത്, ഈ ലോകം മുഴുവനും നഷ്ടപ്പെട്ടാലും, ആകാശം നഷ്ടപ്പെട്ടാലും, ഭൂമി നഷ്ടപ്പെട്ടാലും, ഒരു തുള്ളി വെള്ളം എനിക്ക് കുടിക്കാൻ കിട്ടാതെ ഞാൻ വിശന്നും ദാഹിച്ചും മരിക്കേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമല്ല. എന്റെ ഹബീബ് എനിക്ക് പഠിപ്പിച്ചു തന്ന തൊപ്പി ഞാൻ എടുത്തിട്ട് എനിക്കൊന്നും നേടണ്ട. പറയാൻ എത്ര മുസ്ലിമീങ്ങൾക്ക് കഴിയും? നിങ്ങളെ പേരൊന്ന് മാറ്റിവെച്ചിട്ട് വേണം പറയാൻ, അല്ലെങ്കിൽ ദാടി ഒന്ന് ക്ലീൻ ഷേവ് ചെയ്തിട്ട് പോ. എന്തിനാണ്? അതാണ് അള്ളാഹു റസൂല് പറഞ്ഞത്, എന്റെ സുന്നത്തിനെ നിസാരമാക്കി കൂടുന്ന ഒരു കാലത്ത് എന്റെ സുന്നത്തിനെ ആരാണോ മുറുകെ പിടിക്കുന്നത് അവന് 100 രക്തസാക്ഷികളുടെ കൂലി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 100 രക്തസാക്ഷികളുടെ കൂലി. എന്തേ? നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. ഒന്ന് ചിന്തിക്ക്. ഹദീസാണ്. അന്ന് സഹാബത്തിന് ശൈത്താനെ പിടിപെടാൻ പറ്റൂല. ശൈത്താന് സഹാബാക്കളെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? فإنا فقيها واحدا متورعا أشد على الشيطان من 1000 عابد فإنا فقيها واحدا متورعا أشد على الشيطان من 1000 عابد. ഒരു നല്ല വറഉള്ള ഒരു പണ്ഡിതൻ 1000 ആബിദിനേക്കാൾ ശൈത്താന്റെ മുന്നിൽ ശക്തനാണ്. 1000 ആബിദീങ്ങൾ, ഭയങ്കര ഇബാദത്തുള്ള 1000 ആബിദീങ്ങൾ നിൽക്കുന്ന ഒരു സൂക്ഷ്മതയുള്ള പണ്ഡിതന് നിൽക്കുന്നു. ശൈത്താൻ ആരടുത്ത് വരും? പണ്ഡിതന്റെ അടുത്ത് വരൂല, ഒറ്റ ഒരാളെ ഉള്ളൂ. എന്നാലും പേടിയാണ് അവന്. അവൻ 1000 ആബിദീങ്ങളുടെ അടുത്ത് പോയിട്ട് അവരെ പിഴപ്പിക്കും. ഒരു ആലിമിന്റെ അടുത്ത് വരൂല. അപ്പൊ ആലിമീങ്ങളൊക്കെ ഇടയ്ക്ക് പിഴയ്ക്കുന്നതും അവർ ആലിമീങ്ങളല്ല, ഈ വേഷം കെട്ടി പറ്റിക്കുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് സഹാബാക്കൾക്ക് ശൈത്താനെ പേടിക്കണ്ട. പിന്നെ അവര് ഭയന്നത് ആരെയാണ്? അവരുടെ ഹൃദയത്തിൽ ലോകമാന്യതയുമില്ല, ആരും അറിയാതെ അവർ ഈ ഭാഗത്തൊക്കെ ചെയ്യുക. പിന്നെ അവർക്ക് ശത്രു എന്ന് പറയാൻ മക്കയിൽ വെച്ച് കുറെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. മദീന ചെന്നപ്പോൾ അവിടെയും താമസിക്കാൻ കഴിയാതെ കുറെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. പോകേണ്ടി വന്നാൽ ഒന്നൊക്കെ ഉള്ളൂ അവരുടെ ശത്രു. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു സുന്നത്ത് ചെയ്യണമെങ്കിൽ ഒരു ശത്രുവിനെ പേടിച്ചാൽ മതി. അതുകൊണ്ട് പേരിന്. പക്ഷെ നമ്മൾ ഇന്നൊരു സുന്നത്തെടുക്കണമെങ്കിൽ 100 ശത്രുക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ടേ ഒരു സുന്നത്തെടുക്കാൻ നമുക്ക് പറ്റൂ. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഒരു സുന്നത്ത് മുറുകെ പിടിക്കുന്നവൻ എത്ര ഷഹീദിന്റെ കൂലി? 100 ഷഹീദിന്റെ കൂലി. അഥവാ 100 പേരുടെ ക്രൂരമായ വേട്ടയാടലുകളുടെ നടുവിൽ മാത്രമേ നമുക്കൊരു സുന്നത്തെടുക്കാൻ പറ്റൂ.
വേണ്ടേ ഷഹീദിന്റെ കൂലി? മുസ്ലിമായിട്ട് ജീവിക്ക്, മുസ്ലിമായിട്ട് തന്നെ മരിക്ക്, അതിൽ അന്തസ്സുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അങ്ങയുടെ ഹൃദയത്തിലെ വേദന വന്ന, അങ്ങയുടെ മനസ്സെങ്ങാനം വേദനിച്ചു പോയാ, ഓ മുസ്ലിമേ, നിങ്ങളുടെ മനസ്സ് വേദനിക്കുമ്പോ, നിങ്ങളുടെ മനസ്സ് സങ്കടപ്പെടുമ്പോ, നിങ്ങളുടെ മനസ്സിനകത്ത് നീറ്റൽ അനുഭവപ്പെടുമ്പോ അള്ളാഹു പറയുകയാണ്, 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താ മതി. ആയത്തിന്റെ അവസാന ഭാഗമാണ് ഞാൻ പറയുന്നത്. മനസ്സ് വേദനിക്കുന്നവർക്ക് അല്ലാഹു തആല ചെയ്യാൻ പറഞ്ഞ മരുന്ന് 3 കാര്യങ്ങളാ. അത് പറയുമ്പോൾ 1 മണിക്കൂറാവും നമുക്ക് പിരിയാ. സഹോദരങ്ങളെ, 3 കാര്യങ്ങൾ ചെയ്താ മതി. നെതർലാൻഡിൽ ഇരിക്കുന്നവന് പറഞ്ഞാൽ, ഇവിടെ കിടക്കുന്നവന് പറഞ്ഞാൽ, പറമ്പി പീടികയിലുള്ളവന് പറഞ്ഞാൽ, എവിടെയൊക്കെ ഉള്ളവന് എന്തൊക്കെ കുറച്ചാലും അള്ളാന്റെ പരിശുദ്ധമായ ദീനുണ്ടല്ലോ, ഈ പരിശുദ്ധമായ ദീന സധൈര്യം സുഭദ്രമായി സുസജ്ജമായി സുശക്തമായി പറയുമ്പോ നമ്മുടെ മനസ്സിനകത്ത് എന്തെങ്കിലും വേദന വരുന്നെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഹാരമാ. 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കതിന് പരിഹാരം കാണാൻ പറ്റൂ. ഇത് അല്ലാഹുവിന്റെ വിശുദ്ധ കലാമാ. സൂറത്തുൽ ഹിജ്റിന്റെ അവസാന ഭാഗമാ. എന്താ 3 കാര്യങ്ങൾ എന്നറിയോ? ഒന്നാമതായിട്ട് അല്ലാഹു പറയുകയാണ്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അല്ലാഹു ഒന്നാമതായി പറയുന്നു, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക. 2 വകും മിനസ് സാജിദീൻ. 3 വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഏക സിവിൽ കോഡ് വരാൻ പോകുന്നത്രേ, ഏക സിവിൽ കോഡ് വരാൻ പോകുന്നത്രേ സഹോദരങ്ങളെ. NRC വരാൻ പോകുന്നത്രേ. എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നാലും അതിനെയെല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ മുസ്ലിം ഉമ്മത്തെ നമ്മുടെ മുന്നിൽ 3 പരിഹാരമേ ഉള്ളൂ. 3 പരിഹാരമേ ഉള്ളൂ. അതാണ് അല്ലാഹു പറഞ്ഞത്. 1 ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, 2 വകും മിനസ് സാജിദീൻ, 3 വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഇത് 3 കേട്ടിട്ടേ പോവാവൂ. ആദ്യത്തെ 2 കേട്ടിട്ട് പോയാൽ ചിലർ പറയും അത് പറ്റൂല. എന്നാൽ ആദ്യത്തെ 2 കേൾക്കാതെ അവസാനത്തെ കേട്ടാൽ പറയും ഇയാൾ ഏതോ തീവ്രവാദിയാണെന്ന് പറയും. അതുകൊണ്ട് 3 കേൾക്കാതെ പോയാൽ ഉത്തരവാദി ഞാനല്ല, ലൈവാണ്. 2 ചാനലിൽ ലൈവാണ്, നാളെ എടുത്ത് ഞാൻ കാണിക്കും. അതുകൊണ്ട് 3 കാര്യങ്ങൾ പറയുന്നവരെ നിങ്ങൾ ഇരിക്കും, പെട്ടെന്ന് തീർത്തേക്ക്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. എന്ത് വിഷമം വന്നാലും ആരെന്തോ പറഞ്ഞോട്ടെ, 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യോ? ഈ 3 കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇന്ന് വരെ? ഇല്ല. നമ്മൾ ഇങ്ങനെ ഇപ്പം ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും ലൈവ് കാണുന്നവർ പറയും, ഇയാളെ ഉദാഹരണം കേട്ട് ഞങ്ങൾ ഒരുപാട് ഈ ഏതെങ്കിലുമൊക്കെ ഒരു വേദിയിൽ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇവിടെ കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയാൻ, സഹോദരങ്ങളെ, ഒരു വിഷയം വരുമ്പോൾ, ഇന്ത്യക്കെതിരെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ട ഇന്ത്യക്കാർ. അതിന് പാകിസ്ഥാനിയല്ല, സൗദി അറേബ്യ അല്ല, UAE അല്ല, ഇനി ഏത് രാഷ്ട്രം ഇന്ത്യ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാലും നമ്മൾ ഒറ്റക്കെട്ടാണ്. ഒറ്റക്കെട്ടാണ്. നമ്മുടെ സ്വത്വബോധത്തെ നശിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ ദീനിന്റെ വിശുദ്ധ ഇസ്ലാമിന്റെ ഖുർആനിന്റെ ആശയങ്ങൾക്കെതിരെ കൊഞ്ഞനം കുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? സംഘടന നോക്കരുത്. ഞാനൊരു ചെറിയൊരു ഇത് പറഞ്ഞുതരാം. ഒരു കഥയാണ്. മുമ്പൊരിക്കൽ ഈ എലി ശല്യം കാരണം എലി വല്ലാതെ ശല്യം ചെയ്തപ്പോ വീട്ടുടമ എലിപ്പെട്ടി വാങ്ങി വന്നു. എലിപ്പെട്ടി വാങ്ങി വന്നിട്ട് അതിനെ കളിപ്പിച്ച് എലിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. ആ സമയത്ത് എലിപ്പെട്ടിയുമായി വരുന്ന വീട്ടുടമയെ കണ്ടപ്പോൾ എലി ഓടി വന്ന് ഇനി താൻ പിടിക്കപ്പെടും, രക്ഷയില്ല. അങ്ങനെ എലി എന്ത് ചെയ്തു? മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഇഴഞ്ഞു പോകുന്ന ഒരു പാമ്പിനെ കണ്ടു. പാമ്പിനോട് ബുഖാരിലുണ്ടെന്നൊന്നും ചോദിക്കരുത്. പാമ്പിനെ കണ്ടു. ഈ പാമ്പിനോട് ചെന്നിട്ട് പറഞ്ഞു, എന്നെ രക്ഷപ്പെടുത്തണം. പാമ്പ് ചിരിച്ചിട്ട് പറഞ്ഞു,
നിനക്ക് എന്തെങ്കിലും വന്നെങ്കിൽ നീ അങ്ങ് നോക്കിക്കൊണ്ടാൽ മതി, എനിക്കതൊരു പ്രശ്നമല്ല. എലിപ്പട്ടി എനിക്ക് എന്ത് പ്രശ്നം, എലിപ്പട്ടിയെ പേടിക്കേണ്ട നീയാണ്, അതുകൊണ്ട് നീ നോക്കിക്കൊണ്ടാൽ മതി എന്ന് പറഞ്ഞ് പാമ്പ് ഇഴഞ്ഞു പോയി. വളരെ സങ്കടം തോന്നി എലിക്ക്. എലി വീണ്ടും പതുക്കെ പതുക്കെ നടന്നു വരുമ്പോൾ വീടിന്റെ കോലായിൽ ആടിനെ കെട്ടിയിരിക്കുകയാണ്. ആട് ശാന്തനായ ജീവിയാണ്, ശാന്തതയുള്ള സ്വഭാവമുള്ള ജീവിയാണ്. ആടിനോട് വന്നിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, എലിപ്പെട്ടി പിടിച്ചു വെച്ചിരിക്കുകയാണ്, കളിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ആട് പറഞ്ഞു, എനിക്കതൊരു പ്രശ്നമല്ല, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനും കഴിയില്ല, എന്നെക്കൊണ്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അതിൽ ഇടപെടുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആട് സമാധാന ജീവിയാണ്, പറഞ്ഞു വിട്ടു. വളരെ സങ്കടത്തോടുകൂടി വരുമ്പോ വീടിന്റെ പറമ്പിന്റെ ഒരു ഭാഗത്ത് പോത്തിനെ കെട്ടിയിരിക്കുകയാണ്. പോത്തിനടുത്ത് എന്നിട്ട് പറഞ്ഞു, രക്ഷപ്പെടുത്തണം, ആകെ പ്രശ്നമാണ്. പോത്ത് പറഞ്ഞ് എന്റെ വാല് പോലും കയറൂല അതിനകത്ത്, പിന്നെ ഞാൻ എന്തിനു പേടിക്കണം, നീ നിന്റെ ജോലിയൊക്കെ പോടാന്ന് പറഞ്ഞു. സങ്കടത്തോടുകൂടി എലി നേരെ ചെന്നിട്ട്, എന്താ മുകളിൽ പറയുന്ന മച്ചിമ്പുറം അല്ലേ, തട്ടിമ്പുറം, അതിന്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നു. മുറ്റത്ത് കിടക്കുന്ന എല്ലാം കാണാം. മഴ തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുന്നു. കരണ്ട് പോയി. എലിപ്പെട്ടി കളിപ്പിച്ചു വെച്ചു, പക്ഷെ പാമ്പ് ഇടഞ്ഞ് ഇതിനകത്ത് നിന്ന് കയറി കൊടുത്തു. ഒരു ശബ്ദം കേട്ട് വീട്ടുടമ ഓടി വന്ന്, കരണ്ടില്ലല്ലോ, എലി വീണു എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ കൂട്ടിൽ കൈയിട്ട് കൊടുത്തപ്പോ പാമ്പ് കൊത്തി. പെട്ടെന്ന് നിലവിളിച്ചു, കരണ്ട് വന്നു, മഴ തോർന്നു. ആളുകൾ പെട്ടെന്ന് ഓടിക്കൂടി, ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും അയൽക്കാരും കൂടി ഇയാളെ നേരെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. ബാക്കിയുള്ള ആളുകൾ പാമ്പിനെ തല്ലിക്കൊന്നു. ആദ്യം പാമ്പ് ചത്തു. ഇയാൾ ആശുപത്രി കൊണ്ടുപോയി. അവിടത്തെ വൈദ്യൻ പറഞ്ഞു, ഇതിന് നല്ല വിഷം കയറിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനൊരൊറ്റ മരുന്നേ ഉള്ളൂ, അജമാംസ രസായനം കൊടുക്കണം, ആട്ടിൻ സൂപ്പ് കൊടുക്കണം, എങ്കിലേ ഇതിന്റെ വിഷം ഇറങ്ങും. അങ്ങനെ വീട്ടിൽ തന്നെ ആടുണ്ടല്ലോ, നീയിപ്പോൾ എന്ത് ചെയ്യാനാ, പെട്ടെന്ന് കണ്ടിക്കാൻ മോദിനെ ഏർപ്പാടാക്കി. അതിനെ കശാപ്പ് ചെയ്തു. രണ്ടാമത് ആടും തീർന്നു. ആടിന്റെ സൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ വൈദ്യന്റെ അടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും കാക്ക മറുകയാ, കാക്കായി മരിച്ചു. അപ്പൊ ബന്ധുക്കളൊക്കെ വളരെ സങ്കടമായി, എല്ലാവരും കൂട്ടം കൂടിയൊക്കെ നിന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോ എന്തായാലും 3-ാം പാത്തി കഴിഞ്ഞ് പോവാം, മരിച്ച് ഇനി 3-ാം പാത്തിയെ കഴിഞ്ഞ് പോകാം. അപ്പൊ എന്തായിരുന്നാലും നാട്ടുകാരൊക്കെ വിളിക്കണമല്ലോ, ബിരിയാണിയൊക്കെ വെക്കണം. അപ്പൊ അതിന് പറമ്പിരിക്കുന്ന പോത്തിനെയും കണ്ടിക്കാം. അങ്ങനെ പോത്തിനെയും വെച്ച് കിടത്തി. ഈ പോത്ത് ചത്തതും മരിച്ചതും, കാക്ക മരിച്ചതും, ആടിനെ അറുത്തതും, പാമ്പിനെ തല്ലിക്കൊന്നതും മച്ചിമ്പുറത്തിരുന്ന് എലി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതായിപ്പോ ഇവിടെ സംഭവിക്കുന്നത്. ഇതാണിപ്പോ ഇവിടെ സംഭവിക്കുന്നത്. അവനല്ലേ, ഇവനല്ലേ, മറ്റോനല്ലേ, മറിച്ചോനല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവന്റെയും ഇവന്റെയും, ചില ആളുകളൊക്കെ അച്ചാരം വാങ്ങിയിട്ട് തിരിച്ച് പറയുന്നുണ്ട്. അത് വേറെ, അത് നമ്മുടെ വിഷയമില്ല, നമ്മളെ വിഷയമല്ലത്. അവര് നമ്മുടെ വിഷയമേ അല്ല. അവര് ഒറ്റുകാരാണ്, അവര് സമുദായത്തിന്റെ ഒറ്റുകാരാണ്. അവരെ നമ്മൾ പരിഗണിച്ചിട്ടില്ല. അവസാനം ആളെ മനസ്സിലായല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അത് പോട്ടെ, അവര് നമ്മളെ ശൈഉം അത് കൂറല്ല. അവർക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പാരോടാണ്? മരണപ്പെട്ടു പോയ ഔലിയാക്കളോടാ. അവർക്ക് ഏറ്റവും വലിയ വെറുപ്പാരോടാണ്? പണ്ഡിത സുഹൃത്തുക്കളോടാ. അവർക്ക് ഏറ്റവും വലിയ വെറുപ്പാരാ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനോടാ. അങ്ങനെയുള്ളവരോട് നമുക്കൊരു കോംപ്രമൈസ് ഇല്ല. അത് നമുക്ക് വിഷയമേ അല്ലാതെ അവിടെ കിടക്കട്ടെ. പക്ഷെ ഞാൻ പറയുന്നത്, സഹോദരങ്ങളെ ചിന്തിക്ക്. സമുദായത്തെ ഒറ്റുകൊടുക്കാത്ത പാവപ്പെട്ടവരുണ്ടല്ലോ, അവർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ഒരുമിച്ച് നിൽക്കൊരു വിഷയം വരുമ്പോ അങ്ങനെ ഒരുമിച്ച് നിന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഏതാ പറയ്? ഒറ്റ കാര്യത്തിലേ നമ്മൾ ഒരുമിച്ച് നിന്നിട്ടുള്ളൂ. NRCയുടെ വിഷയം വന്നപ്പോ ഒറ്റക്കെട്ടായി. കാരണം എന്താ? കൂടും കൂടുക്കൊക്കെ പോകുമെന്ന് പേടിച്ചപ്പോ ഒരുമിച്ച്. എല്ലാം കൂടെ പോകൂലേ? വീടും പോയി, പറമ്പും പോയി, വണ്ടിയും പോയി. അന്നൊക്കെ ഈ പല ആളുകളും വീട്ടിന്റെ മുമ്പത്തും അങ്ങനെയൊക്കെ നോക്കും. വണ്ടി, വീട്, ഇതൊക്കെ നമുക്ക് 2 കൊല്ലം കഴിഞ്ഞാൽ. അങ്ങനെ ഇപ്പോഴും രാക്കിനാവ് കണ്ട് കിടക്കുന്ന അങ്ങനെയുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. അതൊന്നും ഇവിടെ വേവൂല, അതൊന്നും ഇവിടെ നടക്കൂല. ഇത് പരിശുദ്ധമായ ഇന്ത്യ. വെള്ളക്കാരനെ ആട്ടി ഓടിക്കാൻ ഇവിടത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും തോളോട് തോളൊരുമി ഒറ്റക്കെട്ടായി നിന്ന് ഇവിടത്തെ വെള്ളക്കാരനെ ആട്ടി ഓടിച്ചതുപോലെ കൊള്ളക്കാരനെ ആട്ടി ഓടിക്കുന്നതിൽ
ഒരിക്കലും ഹിന്ദു പിന്നോട്ടില്ല, ഒരു മുസ്ലിം പിന്നോട്ടില്ല, ഒരു ക്രിസ്ത്യാനി പിന്നോട്ടില്ല. കൊള്ളക്കാരന്മാരെ ഇവിടെ നടിച്ചോടിച്ചിട്ട് ഇന്ത്യ മഹാരാജ്യത്തിനെ ഒന്ന് കഴുകി ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടെ കഴുകണം. പൊട്ടുതൊട്ട അമ്മയുടെ മകനും തട്ടമിട്ട ഉമ്മയുടെ മോനും കുരിശുമാലയാണ് ഞാൻ മദറിന്റെ മകനും, എല്ലാ മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ കടന്നോട്ടെ, നമുക്ക് അതിലൊന്നും ഒരു കുഴപ്പമില്ല. മതം ഇല്ലാത്ത എത്ര ആളുകളുണ്ട്, അവർക്കൊക്കെ ഇവിടെ സന്തോഷമായി കഴിയണം. പക്ഷേ മതത്തിന്റെ പേരിൽ പള്ളിയുടെ ഇപ്പൊ ഞാൻ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞ ഇതാണ്, പള്ളിയിലെ നിലവിളക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ ഇത് വേറെ എന്തോന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വരും. നിലവിളക്കുകളുണ്ടല്ലോ പള്ളിയിൽ, പൊന്നാനി പള്ളിയിലുണ്ട്, പല മക്കാമുകളിലും ഉണ്ട്. അതുകൊണ്ട് കൃത്യമായി മിനിറ്റ്സിലൊക്കെ എഴുതി വെച്ചേക്കണം, ഇത് മുസ്ലിമിന്റെ പള്ളിയാണ്, ഇത് മുസ്ലിമായ ഇന്ന വലിയന്റെ മക്കാമിലേക്ക് നേർച്ചയാക്കി കിട്ടിയ പിന്നെ നിലവിളക്കാണ്. ഇതൊക്കെ എഴുതി പിടിപ്പിച്ചോളി, കൃത്യമായിട്ട് എഴുതി വെച്ചോളി. ഇല്ലെങ്കിൽ നാളെ പറയും ഇതൊക്കെ വേറെ ആണെന്ന് പറയും. അതാണ് എന്ത് കണ്ടാലും. ഇന്നിപ്പോ ഞാനത് പറയുന്നില്ല, പറഞ്ഞാൽ അതിന് പിന്നെ നാളെ പ്രശ്നങ്ങളായി അങ്ങനെ പോകും. വേണ്ട, അതൊന്നും നമുക്ക് വേണ്ട. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ദൗത്യം സന്തോഷമായി പറയും. ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾക്ക് സന്തോഷമാണ് നമ്മൾ മുസ്ലിമാണെന്ന് പറയുന്നത്, അല്ലേ? അടുത്തൊരു ഹിന്ദുവാൻ, നമ്മൾ പറയില്ലേ നല്ല ഹിന്ദുവാൻ എന്ന് പറഞ്ഞാൽ അവൻ ആരെ ഉപദ്രവിക്കൂല. അവന് ഇവിടുത്തെ ബാങ്ക് വിളിയുടെ വിഷയത്തിൽ നിങ്ങൾ നോക്ക്, കർണാടകയിൽ മിനിങ്ങാന്ന് അടുത്ത ആഴ്ചത്തെ 3-4 പരിപാടിയാണ് കർണാടകയിൽ ക്യാൻസലായത് മഴ കാരണം. കഴിഞ്ഞ ആഴ്ചയും ഞാൻ ഞായറാഴ്ചയും ഞാൻ കർണാടകയിലായിരുന്നു. ഞാൻ പറഞ്ഞത് കർണാടകയിൽ ബാങ്ക് വിളി, ഇവിടുത്തെ ബാങ്ക് വിളിക്കെതിരെ ആദ്യമായിട്ട് ബാങ്ക് വിളി നിർത്തരുതെന്ന് പറഞ്ഞു വന്ന് രംഗത്ത് വന്ന ഹിന്ദുക്കളാണ്. നമുക്ക് കൃത്യമായി സമയം അറിയാം. ലുഹറിന്റെ ഇന്ന സമയം 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇഖാമത്ത്, മഗ്രിബിന് ഇന്ന സമയം 3 മിനിറ്റ് കഴിഞ്ഞാൽ ഇഖാമത്ത്, സുബഹിക്ക് ഇന്ന സമയം അരമണിക്കൂർ കഴിഞ്ഞാൽ ഇഖാമത്ത്, ഇശാക്കാണെങ്കിൽ ഇന്ന സമയം ബാങ്ക്, ഹദ്ദാദുകളുണ്ട് 20 മിനിറ്റ് കഴിഞ്ഞ് ഇഖാമത്ത്. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, സമയം അറിയാം. പക്ഷെ ഇതൊന്നും നിസ്കാരത്തിന്റെ സമയമൊന്നും അറിയാത്തത് കൊണ്ട് ബാങ്ക് ഇവിടെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആരാന്നറിയോ? ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്. എന്തുകൊണ്ടെന്നറിയോ? അവർ പറഞ്ഞു, ഈ അടുത്ത സമയത്ത് ഈ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു ഇത് ബാങ്ക് നായയുടെ കുരയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 40 വേദികളിൽ ബാങ്ക് വിളി നാടിന് ഐശ്വര്യം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ സജീവമല്ല. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, അന്ന് ഒരു ഹിന്ദു കുടുംബം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയോ? ഞങ്ങൾ നേരം വെളുത്ത് എഴുന്നേറ്റുകൊണ്ട് ഞങ്ങൾ പ്രഭാത പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന പള്ളിയിലെ രാവിലത്തെ ബാങ്ക് കേട്ടിട്ടാണ്. അതേത് ബാങ്കാ? സുബഹി. ഞങ്ങൾ ഓഫീസിൽ പോകുമ്പോ ഉച്ചയ്ക്ക് ഊണിന് സമയമായി എന്ന് ഞങ്ങൾ അറിയുന്നത് പള്ളിയിലെ ബാങ്ക് കേൾക്കുമ്പോഴാ. ഏത്? ലുഹർ. ജോലി മതിയാക്കാൻ സമയമായി, കൂടണയാ സമയമായി എന്ന് ഞങ്ങൾക്ക് ബോധ്യം വരുന്നത് പള്ളിയിലെ ബാങ്ക് കേട്ടിട്ടാ. ഏത്? അസർ. സന്ധ്യാദീപം കൊളുത്താറായി, മക്കളെയൊക്കെ അകത്ത് കയറ്റി കിട്ടും. പിന്നെ അവരെ കൊണ്ട് പിന്നെ ചൊല്ലിപ്പിക്കേണ്ട മന്ത്രങ്ങൾ ഇതൊക്കെ ചൊല്ലിപ്പിക്കാൻ സമയമായി എന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുന്നത് പള്ളിയിലെ ബാങ്ക് കേൾക്കുമ്പോഴാ. മഗ്രിബ് എല്ലാം അവസാനിപ്പിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് കിടക്കാൻ സമയമായി എന്ന് ഞങ്ങൾ അറിയുന്നതും പള്ളിയിലെ ബാങ്ക് കേട്ടിട്ടാ. ഇശാ. എത്ര സന്തോഷമാണ്! ഇവിടെ ആർക്കും പരാതിയില്ല, ഇവിടെ പരിഭവങ്ങളില്ല. ഞാൻ തുറന്നു പറയാൻ, മലപ്പുറം ജില്ലയിലെ കാളികാവ് എന്ന് പറയുന്ന നിലമ്പൂരിന് എന്റെ ഫേസ്ബുക്ക് കാണുന്ന എല്ലാവർക്കും അറിയാം, എന്റെ പേജ് കാണുന്ന പല സഹോദരങ്ങളുമുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ. സഹോദരങ്ങളെ, അവർക്കറിയാം ഞാൻ എന്നാണ് കാളികാവിനടുത്തുള്ള ഒരു സ്ഥലത്ത് പ്രസംഗിച്ചത് എന്ന്. കാളികാവിന് തൊട്ടടുത്തുള്ള പ്രദേശത്ത് ഞാൻ പ്രസംഗിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച, ഞായറാഴ്ച കർണാടക കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച കാളികാവിലാണ്. സഹോദരങ്ങളെ, അവിടെ പ്രസംഗിക്കുമ്പോ അഭിമാനം തോന്നി. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ പാണക്കാട് സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ അവിടെ 4 ആളുകൾക്ക് മെമന്റോ കൊടുത്തു. ആർക്കെന്നറിയോ? സംഘാടക സമിതിയിൽപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട അയ്യപ്പൻ എന്ന പേരുള്ള ആളടക്കമുള്ള 4 പേരെ സദസ്സിൽ വിളിച്ചിട്ട് മുഈൻ അലി ശിഹാബ് തങ്ങൾ അവർക്ക് മൊമെന്റോ കൊടുക്കാൻ. അവര് ഫ്ലക്സ് വെക്കാൻ പോയി, കസേര പറക്കാൻ പോയി. മഴ പെയ്തപ്പോ കസേര തുടച്ചിട്ടു. മഴ പെയ്തപ്പോ അവര് സ്റ്റേജ് കെട്ടാൻ നിന്നു. അവര് വോളണ്ടിയർമാരായിട്ട് വണ്ടി നിയന്ത്രിച്ചു. എന്തിന്? നിസ്കരിക്കണേ, നോമ്പ് പിടിക്കണേ, സക്കാത്ത് കൊടുക്കണേ, ഹജ്ജ് ചെയ്യണേ എന്ന് പ്രസംഗിക്കുന്ന മതപ്രസംഗത്തിന്റെ വേദിക്ക് വേണ്ടിയിട്ട് സംഘാടകരാണ്. അതിന്റെ പിറ്റേന്ന് ബുധനാഴ്ച, ഇന്ന് വേഴം, ഇന്നലെ ഞാൻ കല്ലറ, മിനിങ്ങാന്ന് ചൊവ്വാഴ്ച പ്രസംഗിച്ചത് പാലക്കാട് ജില്ലയിലെ നെന്മാറക്കടുത്തുള്ള മുതലമട എന്ന് പറയുന്ന നെണ്ടൻകിഴ എന്ന സ്ഥലത്താണ്. അവിടെ 7 പെൺകുട്ടികളുടെ നിക്കാഹായിരുന്നു ഇന്നലെ പകല്.
മെനിങ്ങാന്ന ഞാൻ പ്രസംഗിച്ചത്. സഹോദരങ്ങളെ, 6 മുസ്ലിം പെൺകുട്ടികളും ഒരു ഹിന്ദു പെൺകുട്ടിയും. ഇവിടെ എന്താ പ്രശ്നമുള്ളത്? നിങ്ങൾക്കറിയാലോ, മക്കാമിൽ എല്ലാവരും വരൂലേ? ഇവിടെ ആർക്കാ പരസ്പരം ആർക്കുമില്ല. ഇതിങ്ങനെ കാടടച്ച് വെടിവെക്കുകയാണ്. എന്നിട്ട് ആരൊക്കെ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മളെ തമ്മി തല്ലിക്കുക. ഇപ്പോഴും ഒരാളെ കണ്ടാൽ നമുക്ക് സംശയം പിന്നെ കാണുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിക്കുകയാണ്. ഇതൊക്കെ മാറണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും എന്തുണ്ടായിരുന്നാലും 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുവോ എന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഒന്ന്, അല്ലാഹ് പറയുകയാണ്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അല്ലാഹുവിനെ നീ പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഏത് പരീക്ഷണം വന്നാലും പതറരുത്. ഉറക്കെ ഉറക്കെ നീ പറയണേ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരങ്ങളെ, ഉറക്കെ ഉറക്കെ പറഞ്ഞോ. ഈ പറയുന്ന ദിക്ർ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിക്റാക്കി മാറ്റിക്കോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ അർശ് ചുമക്കാൻ അള്ളാഹുവിന്റെ മാലാഖമാർക്ക് കഴിയാതെ വന്നപ്പോൾ, ആ മാലാഖമാർക്ക് അർശ് ചുമക്കാൻ കഴിയാതെ വന്നപ്പോൾ അള്ളാഹു പറഞ്ഞു, ഓ മലായിക്കത്തുകളെ, അർശിനെ ചുമക്കാൻ നിങ്ങൾക്ക് ഭാരമില്ലാതിരിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞു തരാൻ നിങ്ങൾ ചൊല്ലുവോ? മലായിക്കത്തുകൾ പറഞ്ഞു, ചൊല്ലാ. അവരോട് അള്ളാഹു പറഞ്ഞു, ഖൂലൂ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലണേ. പിന്നെ മലായിക്കത്തുകൾ ഇത് തന്നെയാ എപ്പോഴും ചൊല്ലിയത്, സുബ്ഹാനല്ലാഹ്, 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 സുബ്ഹാനല്ലാഹ്. അവർക്ക് ഇതല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ വന്ന് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുമ്പോ ആദം നബി അലൈഹിസ്സലാം ആദം തുമ്മുകയാ. ആദം നബി അലൈഹിസ്സലാം തുമ്മിയപ്പോ അല്ലാഹ് പറഞ്ഞു, ഖുലിൽ ഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് പറ ആദമേ, അല്ലാഹുവിനെ സ്തുതിക്കണം ആദമേ. ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാം അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഇത് മലായിക്കത്തുകൾ കേട്ടു. പിന്നെ അവർ ആ അൽഹംദുലില്ലാഹ് കൂടി സുബ്ഹാനല്ലാഹിൽ ചേർത്ത് വെച്ചു. അവരെപ്പോഴും പറയാൻ തുടങ്ങി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്. ഇതല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെ വന്ന് ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹ് പടച്ചപ്പോ 950 വർഷക്കാലം ദഅവത്ത് നടത്തിയപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലം മുതലാണ് വിഗ്രഹാരാധന ആരംഭിച്ചത്. അവിടെ മുതലാണ് മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ പൂജ തുടങ്ങിയത്. ആ സമയത്ത് അവരോട് അല്ലാഹുവിന്റെ തീരുമാനം അറിയിച്ചു, നൂഹ് നബിയെ പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് ധീരമായി പറ. ഇത് മലായിക്കത്തുകൾ കേട്ടു. അവർ ഇതും കൂടി അതിനോടൊപ്പം ചേർത്തു. പിന്നെ അവരെപ്പോഴും ചൊല്ലാൻ തുടങ്ങി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ വന്ന് കാലം കഴിഞ്ഞു. മനുഷ്യനാഗരികതയുടെ പ്രപിതാമകൻ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പൊന്നുമോനെ അറുക്കാൻ ബിനാ താഴ്വരയിലും മലത്തിക്കടത്തിയിട്ട് കഴുത്തിലേക്ക് കത്തിവെച്ചപ്പോ അല്ലാഹു ഒരു ആടിനെ പകരം കൊടുത്തിട്ട് മതി ഇബ്രാഹിം, നീ വിജയിച്ചു ഇബ്രാഹിം എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹ് തോന്നിപ്പിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി ഉറക്കെ വിളിച്ചല്ലാഹു അക്ബർ. ഇത് മലായിക്കത്തുകൾ കേട്ടു. അന്ന് ഇതും കൂടി അവരെ ചേർത്ത് പറഞ്ഞു, എന്ത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇത് വെറും കഥയല്ല. റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബിന്റെ ചാരത്ത് കടന്നു വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറഞ്ഞു കൊടുത്ത കാര്യമാ. ഇത് കേട്ടപ്പോ നബി തങ്ങൾ അറിയാതെ പറഞ്ഞതെന്തെന്നറിയോ? ഈ ദിക്റുകളുടെ വഴി കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്ന് പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.
ഇത് കേട്ട ജിബ്രീൽ പറഞ്ഞു, നബിയേ, അങ്ങക്കും അങ്ങയുടെ സമുദായത്തിനും ഇതങ്ങ് ചേർത്ത് പറഞ്ഞൂടെ? അതുകൊണ്ട് ഏറ്റവും മൂല്യവത്തായ അർത്ഥവത്തായ ദിക്റാണ് പെരുന്നാൾ നമസ്കാരത്തിന്റെ ഓരോ തക്ബീറിന്റെ ഇടയിലും നമ്മൾ ചൊല്ലുന്നു. തസ്ബീഹ് നമസ്കാരത്തിൽ 300 പ്രാവശ്യം നമ്മൾ ചൊല്ലുന്നു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സഹോദരങ്ങളെ, ധീരമായി പറഞ്ഞു, ആവേശത്തോടെ പറഞ്ഞു, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. ഇവിടെ എന്ത് തകർന്നാൽ, നമ്മുടെ ഏറെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടാൽ, എന്തുദ്യോഗം നഷ്ടപ്പെട്ടാൽ, ഇവിടെ തകർച്ചകൾ വന്നാൽ, ആകാശം പൊട്ടിപ്പിളർന്നാൽ, ഭൂമി കുട്ടിപ്പൊളിക്കപ്പെട്ടാൽ, സാഗരങ്ങൾ കരയിലേക്ക് അരച്ചു കയറിയാൽ, എന്തു വന്നാലും കൊടുങ്കാറ്റടിച്ചു വീശിയാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ പ്രകീർത്തനങ്ങൾ നടത്തിക്കോ, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ തസ്ബീഹുകൾ ചൊല്ലിക്കോ. എപ്പോഴാണ്? പട്ടാപ്പകല് മാത്രമല്ല. അല്ലാഹു പറയുകയാണ്, ഫസ്ബിർ, നബിയേ, അങ്ങ് ക്ഷമിക്കണം, അലാമായ ഖൂലൂ, അങ്ങ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു വിഭാഗം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അങ്ങയെ പറ്റിയിട്ട് മാരണക്കാരനെന്ന് പറയുന്നുണ്ട്, ഭ്രാന്തനെന്ന് പറയുന്നുണ്ട്, കൊള്ളക്കാരനെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോ നബിയേ, അവര് പറയുന്നത് കേട്ടിട്ട് സങ്കടപ്പെടല്ലേ, ക്ഷമിക്കണം നബിയേ. എന്നിട്ട് വസബ്ബിഹ് ബിഹംദി റബ്ബിക, അങ്ങ് അല്ലാഹുവിന് വേണ്ടി തസ്ബീഹുകൾ ചൊല്ലണം. എപ്പോഴെന്നറിയോ? ഖബ്ല തുലൂഇ ശംസി. ഈ സമയം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തു വെക്കണേ. ഖബ്ല തുലൂഇ ശംസി, ഇത് വിശുദ്ധ ഖുർആനാണ്. ഖബ്ല തുലൂഇ ശംസി, അല്ലാഹ് പറയുന്നു സൂര്യോദയത്തിന് മുമ്പ്. ഖബ്ല തുലൂഇ ശംസി, സൂര്യോദയത്തിന് മുമ്പ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പെന്ന് പറഞ്ഞാൽ സുബ്ഹി നിസ്കാരത്തിന് ശേഷമെന്ന. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം മറക്കല്ലേ. ഒന്ന്. രണ്ടാമതല്ല പറയുന്നു ഖബ്ല ഗുറൂബിഹാ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, അഥവാ അസറിന് ശേഷമെന്ന. എന്റെ സഹോദര, ഈ സമയങ്ങളിൽ സുന്നത്ത് നിസ്കാരം പോലുമില്ല. അസറിന് ശേഷവും സുബഹിക്ക് ശേഷവും സുന്നത്ത് നിസ്കാരമില്ല. എന്തുകൊണ്ടെന്നറിയോ? നിങ്ങൾ തോന്നിയതുപോലെ നടന്നോ എന്ന അർത്ഥത്തിലല്ല. ആ സമയം നിങ്ങൾക്ക് വേറെ പണിയാ. ആ സമയത്ത് സുന്നത്ത് നിസ്കാരമല്ല നിങ്ങളുടെ പണി. നിങ്ങളുടെ പണി ഏതാണെന്ന പണിയാ. സുബഹിക്ക് സൂര്യോദയത്തിന് മുമ്പ്, അതുപോലെ സൂര്യാസ്തമയത്തിന് മുമ്പ്. പിന്നെ ഒരു സമയമല്ല പറഞ്ഞു, എപ്പോഴെന്നറിയോ? പാതിരാത്രിയുടെ നിശബ്ദതയുടെ നിഗൂഢതയുണ്ടല്ലോ. ജനങ്ങളെ കിടന്നിറങ്ങുമ്പോ നിശയുടെ നിശബ്ദതയില്, ഇരുളിന്റെ ചുരുളില്, പാതിരാത്രിയുടെ ഉള്ളില് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലണേ. അള്ളാന്റെ വിശുദ്ധ ഖുർആനാ. സഹോദരങ്ങളെ, അതുകൊണ്ട് വളരെ കൃത്യമായി അള്ളാനെ പ്രകീർത്തിക്കേണ്ട സമയം പോലും അല്ലാഹ് നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാ. അതുകൊണ്ട് സഹോദരാ, അള്ളാന് വേണ്ടി തസ്ബീഹിലായി നമ്മൾ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് മുന്നേറുക. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. ഇനി രണ്ടാമതായി അല്ലാഹ് പറഞ്ഞതെന്തെന്നറിയോ? ഒന്നാമതായി അള്ളാഹുവിന് വേണ്ടി നമ്മൾ തസ്ബീഹ് ചൊല്ലും. എപ്പോഴാ? സുബഹിക്ക് ശേഷം. ഇപ്പോ സൂര്യോദയത്തിന് മുമ്പ്. പിന്നെപ്പോഴാ? അസ്റിന് ശേഷം, അഥവാ സൂര്യാസ്തമയത്തിന് മുമ്പ്. അള്ളാഹു എത്ര കൃത്യമാക്കി നമുക്ക് പഠിപ്പിച്ചിരുന്നു. രാത്രി കിടന്നുറങ്ങാതെ നീ എഴുന്നേറ്റിരുന്ന അള്ളാഹുവിനെ പ്രകീർത്തിക്ക്. സുബ്ഹാനല്ലാഹ്, നീ എത്ര പരിശുദ്ധനാണ്, നീ എത്ര പരിശുദ്ധനാണ് എന്ന് നിങ്ങൾ പറയും. ഒന്നാമതായി അള്ളാഹു നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. എല്ലാം ഉരുകിപ്പോകും. നമ്മളൊരു വലിയ ബോംബ് വെക്കാൻ ഇസ്ലാം പഠിപ്പിച്ചില്ല. ആ ബോംബിനേക്കാൾ വീര്യമുള്ള ഒരു കാര്യമുണ്ട്. എന്തെന്നറിയോ? ഒരു തുള്ളി കണ്ണുനീരിന് സർവ്വതിനെയും നിർവീര്യമാക്കാൻ, സർവ്വതിനെയും നശിപ്പിച്ചു കളയാൻ സംഹാരശേഷിയുള്ള ഒന്നാണ്. പാതിരാത്രി നമ്മൾ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് നമസ്കാരപ്പായിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ കൈനീട്ടിട്ട് കരയുമ്പോൾ നമ്മുടെ കവിൾത്തടത്തിലൂടെ ഇറ്റുവീഴുന്ന ഒരു തുള്ളി കണ്ണുനീർ, ഒറ്റ തുള്ളി കണ്ണുനീർ, അത് മതി ഒരു സാമ്രാജ്യം മുഴുവനും നശിക്കാൻ. അത് മതി. ഇവനെയൊക്കെ അള്ളാഹു പാഠം പഠിപ്പിക്കും. ഇവനെയൊക്കെ അള്ളാഹ് പാഠം പഠിപ്പിക്കും.
പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ ക്രൂരമായിട്ട് കണ്ടില്ലേ? ഇസ്രയേലിലെ പട്ടാളം ചെയ്യുന്നത് കണ്ടില്ലേ? ഫലസ്തീനിലെ പാവപ്പെട്ട പൊന്നു സഹോദരങ്ങളെ കൈകെട്ടിയിട്ട് പിന്നിൽ കൈകെട്ടിയിട്ട് ഒരു വലിയ കുഴിയെടുത്തിട്ട് കുഴിയുടെ മുമ്പിൽ ചെന്ന് നിർത്തിയിട്ട് കണ്ണ് കെട്ടിയിട്ട് ചവിട്ടി കുഴിയിലേക്കിട്ട് ആ കുഴിയിലേക്ക് ചെന്ന് വീഴുമ്പോൾ ആദ്യം വീഴുന്നവർക്ക് ശേഷം വീഴുന്നവർ ആദ്യം വീഴുന്നവരുടെ തലയിലേക്കും മുതുകത്തേക്കും നെഞ്ചത്തേക്കും വീഴുമ്പോൾ വെടിവെച്ചിട്ട് ആഹ്ലാദിക്കുന്ന ആളുകളുണ്ടല്ലോ. എവനൊക്കെ അനുഭവിക്കാതെ മരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹു ഇപ്പൊ അങ്ങോട്ട് അഴിച്ചു വിട്ടിരിക്കുക. അള്ളാഹ് പിടിച്ചു കെട്ടും. ഇത് ചൂണ്ടയിടലാ, ഇത് ചൂണ്ടയിടലാണ്. ചൂണ്ടക്കാരൻ ഈ പാലത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ചൂണ്ടയിടുന്ന ഒരുത്തൻ എങ്ങനെയാ ചൂണ്ടയിടുന്നത്? ചൂണ്ട അങ്ങോട്ട് ഇട്ടിട്ട് മീൻ കൊത്തും മുമ്പ് തന്നെ ചുറ്റി പിടിക്കില്ല. മീൻ കൊത്തിയാലും പിടിക്കില്ല. മീൻ കൊത്തിയാൽ ഈ നൂൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കൊത്തിക്കോ, നന്നായിട്ട് കൊത്തിക്കോ, നീ നന്നായിട്ട് ഇതിൽ പിടിച്ചെന്ന് ബോധ്യം വരുമ്പോ ഒരൊറ്റ പിടിഞ്ഞ് പിടിക്കും. ഇല്ലേ? വള്ളക്കാരൻ അങ്ങനെയല്ലേ, ചൂണ്ടക്കാരൻ അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇതാണ് തഫ്സീറുകളിൽ എന്താണ് ഉസ്താദ്? ഇസ്തിദ്റാജ് അല്ലേ? ചൂണ്ടയിട്ട് പിടി, ഇസ്തിദ്റാജ് എന്നാണ് ഇതിന് പറയുന്നത്. ചൂണ്ടയിട്ട് പിടി. പകയന്മാരെ പടച്ചോൻ പന പോലെ വളർത്തും. അല്ല ഇങ്ങനെ അങ്ങോട്ട് വളർത്തിക്കൊണ്ടു പോകും. ഞാനിത് പറയുന്നത് നമ്മുടെ ഹിന്ദു സഹോദരങ്ങളെ പറ്റിയിട്ടല്ല, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞല്ലോ, അവര് നമ്മുടെ ഭാഗമാണ്, അവര് നമ്മുടെ ഭാഗമാണ്. ഇന്നും ഈ സമുദായത്തിലെ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം കാണിക്കുന്ന എത്രയെത്ര കുടുംബങ്ങളുണ്ടെന്നറിയോ? നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ നല്ലതാക്കണം. അള്ളാഹു നമുക്ക് ബാക്കിയുള്ള എല്ലാ ആളുകളുടെ സ്നേഹമോടെ ഹൃദയത്തിൽ നമ്മളോട് താല്പര്യം തോന്നിപ്പിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുസ്ലിം ആവണം. അതുകൊണ്ട് റബ്ബിനെ പ്രകീർത്തിക്കുക. ഒന്ന്, ചുരുക്കി പറയാൻ. രണ്ട്, അള്ളാഹു പറഞ്ഞു വക്കും മിനസാജിദീൻ വകും മിനസാജിദീൻ. ഓ പ്രവാചകരെ, അങ്ങ് സുജൂദിൽ വീഴു നബിയേ, അങ്ങ് നമ്മുടെ ശിരസ്കരാവു നബിയേ. ഏറെ പ്രയാസമുണ്ടെങ്കിലും നബി തങ്ങൾ ചെയ്തതെന്താ? കാന ഇദാ ഹസബഹു അംറുൻ ഫസഅ ഇലസ്സലാ. ഏത് ദുഃഖം വന്നാലും ഹബീബ് ചെയ്യുന്നത് ഓടി പള്ളിയിൽ പോകലാ. എന്നിട്ട് ബിലാലിനോട് പറയും, യാ ബിലാൽ അരിഹ്നാ ബിലാൽ, എന്നെ ഒന്ന് കുളിര്, എന്നെ ഒന്ന് സന്തോഷിപ്പിക്ക് ബിലാൽ, എന്നെ ഒന്ന് കുളിരാക്ക് ബിലാൽ. എന്താ ബിലാലിനെ കുളിരാക്കുന്ന എന്തെങ്കിലും കയ്യിലുണ്ടോ? കൊണ്ട് അത് ബാങ്ക് കൊടുക്കും, നിസ്കരിക്കും, പള്ളിയിലേക്ക് വരും. നമുക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോ 2 വർഷം പള്ളി പൂട്ടിയിട്ട്. എന്നാ പള്ളി പൂട്ടാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ പള്ളി, ചില ആളുകളൊക്കെ പള്ളിയുടെ മുമ്പിൽ അല്ലാഹു ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല, ഞാനൊരു സ്ഥലത്തെ പറ്റി പറയുന്നതല്ല, പൊതുവെ ഇവിടെ അങ്ങനെ എഴുതി വെച്ചെങ്കിൽ അത് മാപ്പാക്കി ഞാൻ പറയുന്നത്, അത് തെറ്റാണെന്ന് പറയുന്നതിലും എനിക്ക് ഭയമില്ല. ചില പള്ളികളിലൊക്കെ എഴുതി വെച്ചെന്താണെന്നറിയോ? അന്യ ജമാഅത്തുകാർക്ക് പ്രവേശനമില്ല. ഇവിടെ അങ്ങനെ എഴുതി വെച്ചില്ലല്ലോ, അൽഹംദുലില്ലാഹ്, സമാധാനായി. അന്യ ജമാഅത്തുകാർക്ക് പ്രവേശനം, അന്യ മഹല്ലുകാർക്ക് പ്രവേശനമില്ല. ഈ അന്യ ഏതാണ്? അമേരിക്കയിൽ നിന്നൊരു മുസ്ലിം വന്ന്, പാകിസ്ഥാനിൽ നിന്നൊരു മുസ്ലിം വന്ന്, ബംഗ്ലാദേശിൽ നിന്നൊരു മുസ്ലിം വന്ന്, നെതർലാൻഡിൽ നിന്ന്, സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഫിൻലാൻഡിൽ നിന്നൊരു മുസ്ലിം വന്ന്, ആ മുസ്ലിം ഈ പള്ളിയിൽ വന്ന്, മുസ്ലിം പള്ളിയിൽ വന്നാൽ പുറക്കാട് പഴയങ്ങാട് നീ ആരടാ, എവിടെ നിന്ന് വന്നടാ എന്ന് ചോദിക്കാൻ അവസരമില്ല, അവകാശമില്ല. കാരണം നിനക്ക് എന്ത് അവകാശം ഇവിടെ ഉണ്ടോ അത് ഈ വന്നവനുമുണ്ട്. കാരണം അള്ളാഹ്നെ വഖഫ് ചെയ്ത ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് എല്ലാം ഒരുപോലെയായി. പിന്നെ നമ്മുടെ മഹല്ല് സംവിധാനം അനുസരിച്ച് നമ്മുടെ സുഭദ്രമായ നമ്മുടെ പള്ളിയുടെ, നമ്മുടെ മഹല്ലത്തിന്റെ, നാടിന്റെ ഏറ്റവും നല്ല ഒരു നടത്തിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ രാത്രി ആരെയും കിടക്കാൻ അനുവദിക്കില്ല. ആരാ വന്ന് കിടക്കുന്നത്, ബാഗിൽ എന്താണെന്നോ അറിയില്ല. ഇത് വരുന്നവൻ മുസ്ലിം തന്നെ ആകണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ പള്ളികളിലെ ചില നിയമങ്ങൾ, റൂൾ വെക്കുന്നു എന്നതിനപ്പുറത്ത് അവകാശം എല്ലാവർക്കും ഒരുപോലെയാണ്. അന്യ മഹല്ലുകാർക്ക് പ്രവേശനമില്ല, എഴുതി വച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കടത്തോടു കൂടിയാണ് ഓർക്കുക, അങ്ങനെ എഴുതി വെക്കേണ്ട അവസ്ഥയുണ്ടായി. പള്ളിയിൽ വരുമ്പോ പറ്റില്ല, നിസ്കരിക്കാൻ പറ്റില്ല. നിസ്കരിക്കാൻ നിങ്ങൾ ആരെ പറഞ്ഞ് നിസ്കരിക്കാൻ? എത്ര പള്ളികളിൽ നിന്ന് ആൾക്കാർ ഇറക്കി വിട്ടിട്ടുണ്ടെന്ന് അറിയാമോ?
നിങ്ങൾ നിസ്കരിക്കാരാ പറഞ്ഞത്? ഇപ്പൊ ഏറ്റവും ഒടുവിൽ കോവിഡ് രണ്ടാമത് നാലാമത് വരുന്നു എന്നിങ്ങനെ പറയുന്ന ഘട്ടത്തില് ചിലപ്പോ ആരാധനാലയങ്ങൾ ഒന്നുകൂടി ചിലപ്പോൾ അവിടെ ആരാധനാലയങ്ങളിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വരുത്തേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞപ്പോ ഒരു പള്ളിയിൽ ജുമാ സമയത്ത് ഓടിയെത്തി ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇവിടെ ജുമാ ഒന്നുമില്ല, ഓർഡറാന്ന് പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ട് എന്റെ പള്ളിയിൽ കയറി വന്നു. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ആ പള്ളിയിൽ കാണിച്ചത് ഇങ്ങനെയാണ്. പൂട്ടാൻ പറഞ്ഞില്ല, പൂ എന്നേ പറഞ്ഞുള്ള അപ്പോഴേ പൂട്ടി. കരുതിരി, കാരണം മൊയിലിയറയ്ക്ക് ശമ്പളം കൊടുക്കണ്ടല്ലോ. ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കും എന്റെ പ്രിയപ്പെട്ട പരിപാലന സമിതി അംഗങ്ങളെ? നിങ്ങളോടല്ല, കേരളത്തിലെ മുഴുവൻ പരിപാലകരോടും ചോദിക്കുകയാ, പള്ളിയിലെ വിലക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ആരാ അധികാരം തന്നത്? നമ്മുടെ നല്ല നടത്തിപ്പിന് വേണ്ടി സാമൂഹികമായ അകലം പാലിച്ചുകൊണ്ട് മാസ്ക് വെച്ച് അകലം പാലിച്ചത് കൊണ്ട് കുറെ രോഗമൊക്കെ ഒഴിവായി, ശരി. പക്ഷേ പള്ളി പൂട്ടാറെ പള്ളിയിൽ 5 പേര് അല്ലെങ്കിൽ 4 പേര് 3 പേര് ജമാഅത്ത് മുടക്കാതെ നിസ്കരിച്ചൂടായിരുന്നോ? എത്ര പള്ളികളെ പൂട്ടിയിട്ടിട്ട് അവസാനം വന്നപ്പോ ഏതാ പള്ളി ഖബറിലെ മുഴുവൻ മൈലാഞ്ചിയും ഇവിടെ മെഹ്റാബിനകത്ത് പൊടിച്ചിരിക്കാൻ തുടങ്ങി. പള്ളി ഏത്, ഖബർസ്ഥാൻ ഏത്, ബാത്റൂം ഏതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി. എത്ര പള്ളികളാ അങ്ങനെ ഇപ്പോഴും അവിടെ അങ്ങോട്ട് നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു. ഞാനൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോഴാണ് കൊട്ടാരക്കര എന്ന് പോകുമ്പോൾ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറി. ഈ കോവിഡ് മൂത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ 3 സഹോദരങ്ങളും ഉണ്ട്. കയറുമ്പോ ചെറിയ നിസ്കാര പള്ളിയാണ്, നിസ്കരിക്കാൻ സ്ഥലമില്ല. ആകെ 4 പേരേ ഉള്ളൂ. ഇമാമ് നിൽക്കുന്നു, ഒരാൾ വടക്കേപ്പുറത്ത്, ഒരാൾ തെക്കേപ്പുറത്ത്, ഒരാൾ പടിഞ്ഞാറിന്റെ വടക്കേപ്പുറത്ത്, ഒന്ന് പടിഞ്ഞാറിന്റെ തെക്കേപ്പുറത്ത്. 4 പേര് നിൽക്കാം. അവർ നിൽക്കുന്ന കണ്ടാൽ തന്നെ അറിയാം നമ്മൾ കയറിയുന്ന അടി വീട് ഉറപ്പാ. അങ്ങനെ പുറത്ത് നിന്നു, ഞങ്ങൾ പുറത്ത് നിന്നു. ഇവര് പെട്ടെന്നൊരു മഹല് ഫضലൊക്കെ കാണിച്ചു, ദുആയൊക്കെ പെട്ടെന്ന് ചുരുക്കിയിട്ട് ഇറങ്ങി തന്നിട്ട് നിസ്കരിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ കയറി നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തൊട്ട് മുമ്പിലെ ചായക്കടയിൽ ഇവന്മാർ 3-4 കൂടെ ഒരുമിച്ചിരുന്ന് പഴംപൊരി വലിച്ചു പിടിക്കും. ഒരുമിച്ചിരിക്കുന്ന 4 കൂടി. അപ്പൊ അപ്പോഴും പടരൂല. ഇത് അഹ്ലുസുന്നത്തിന്റെ കോവിഡാണ്, ഇത് മുസ്ലിം കോവിഡാണ് പള്ളിക്കകത്തുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതൊക്കെ പറയും, ചിലപ്പോ ആർക്കും ഇഷ്ടപ്പെടൂല. ഇഷ്ടപ്പെടില്ലെങ്കിൽ ഇന്നങ്ങ് വിട്ടേക്ക്, അടുത്ത കൊല്ലം വിളിക്കാതിരുന്നാൽ മതി ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സങ്കടം തോന്നിയിട്ടുണ്ട്. ചില പള്ളികളിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കുകയാണ്. ഇമാം റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ പ്രഖ്യാപനം, മുസല്ല കൊണ്ടുവരാത്തവർക്ക് പുറകിൽ കസേര ഇട്ടിട്ടുണ്ട്, ഇരുന്ന് നിസ്കരിച്ചോളാം. അള്ള പറഞ്ഞു നിന്ന് നിസ്കരിക്കാൻ. കഴിവുള്ളവർ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ ഫറള 14 ഫറളിൽ 1. അപ്പൊ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്, മുസല്ല കൊണ്ടുവരാത്തവരൊക്കെ ഇരുന്ന് നിസ്കരിച്ചോളാം, കസേര പുറകിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവന്റെ നിസ്കാരവും ബാത്തിലാക്കി. എന്തെല്ലാം സംഭവങ്ങളാണ് ഇതൊക്കെ. പള്ളിയിൽ പറയാൻ പറ്റുമോ? പറഞ്ഞാൽ പറയും. മുസ്ലിയാരെ, ഒരു കാര്യം ചെയ്യും, കമ്മിറ്റിയുടെ തീരുമാനമാണ്, ഇൻഷാ അല്ലാഹ് സന്തോഷമായി പിരിയാം, നിങ്ങൾ വേറെ ജോലി നോക്കിക്കോളി. ഈ മുസ്ലിയാർ 12 വേണ്ട, ഇനി 1 ലക്ഷം തന്നാലും ഞാൻ നിൽക്കൂല, ഇസ്ലാമിന്റെ വിരുദ്ധമായ ഒരു കാര്യം നടക്കുന്ന പള്ളിയിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിയാരെ കിട്ടാതെ വരും. മുസ്ലിയാരെ കിട്ടാതെ വന്നാൽ എന്താ സംഭവിക്കുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകെ കുഴയൂലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ജീവിതത്തിൽ നമ്മൾ മതമനുസരിച്ച്, മത നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകരുത്. ഇസ്ലാം കഴിഞ്ഞേ നമുക്ക് എന്തുള്ളൂ, ഇസ്ലാം കഴിഞ്ഞേ നമ്മുടെ രാജ്യമുള്ളൂ എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം രാജ്യത്തിന്റെ ഓരോ നിയമങ്ങളും ഇസ്ലാമിന്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും രാജ്യ നിയമങ്ങൾക്ക്, താല്പര്യങ്ങൾക്ക്, ബഹുമാനപ്പെട്ട ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ല. ഒരു നിയമങ്ങളും ഇസ്ലാമിന്റെ ഏതെങ്കിലും നിയമം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ അന്ന് ഈ പണി അവസാനിപ്പിച്ചേക്കാം.